അസ്സലാമു അലൈക്കും എവരിവൺ. അച്ചാർ പൊടി ഇല്ലെങ്കിലും ഈസി ആയിട്ട് നമുക്കൊരു സൂപ്പർ മാങ്ങച്ചാർ ഉണ്ടാക്കുന്നത് എങ്ങനെ നോക്കാം. അതിനായി നല്ല പച്ചമാങ്ങ എടുക്കാം. ഇനി ചെനച്ച മാങ്ങയാണല്ലോ, ഒരു കുഴപ്പമില്ല, തിന്നായിട്ട് മുറിച്ചെടുക്കാം. എത്രയും തിന്നാവുന്നോ അത്രയും ടേസ്റ്റ് കൂടുതലാന്ന് തോന്നിപ്പോകാറുണ്ട്. പക്ഷെ ഞാൻ ഭയങ്കര റഫായിട്ടാണ് കേട്ടോ അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇനി 2 പച്ചമുളക് എരിവിനനുസരിച്ചിട്ട് നമുക്ക് ചെറുതായിട്ട് മുറിച്ച് വെക്കാം. 2 കറിവേപ്പില തണ്ട് മാറ്റി വെക്കാം. അതേപോലെ 1 ഇഞ്ച് സൈസിലുള്ള ഇഞ്ചിയുടെ പീസ് എടുക്കാം. അതും ചെറുതായിട്ട് കുനുകുനേ അരിഞ്ഞു വെക്കാം. ഇനി ഒരു ചട്ടി എടുത്തിട്ട് ചൂടാകുമ്പോൾ അതിലോട്ട് എള്ളെണ്ണയാണ് ഒഴിക്കേണ്ടത്. എള്ളെണ്ണ ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ. 1 ടീസ്പൂണിൻ്റെ അളവിൽ കായം, ഒരു 1/4 ടീസ്പൂണിൻ്റെ അളവിൽ ഉലുവയും ഇട്ടിട്ട് അത് ചൂടായാൽ കറിവേപ്പില 1 തണ്ട് മുറിച്ചിടാം. ഇനി ഇവയെല്ലാം കൂടെ കോരിയെടുത്ത് ഒരു കുഞ്ഞു ജാറില്ലേ അതിൽ പൊടിച്ചെടുക്കാം. അതിന് കൂടെ 2 ടേബിൾ സ്പൂൺ മുളകും പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിന് വിനാഗിരിയും ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. ഈ അരച്ചെടുത്തത് കുറച്ച് ടൈറ്റ് ആയതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി വിനാഗിരി ചേർത്തിട്ട് അടിച്ചെടുത്തു കേട്ടോ. ഇനി ആ സെയിം ചട്ടിയിൽ തന്നെ എള്ളെണ്ണയോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ 2 ടേബിൾ സ്പൂണോളം ചേർത്ത് കടുക് പൊട്ടിക്കാം. ഇഞ്ചി അരിഞ്ഞു വെച്ചത് ചേർക്കാം. അതുപോലെ കറിവേപ്പില 1 തണ്ടിട്ട് കൊടുത്തു. അതുപോലെ അരിഞ്ഞു വെച്ച പച്ചമുളകും ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം. അത് ഞാൻ വിട്ടുപോയതാണ്. പിന്നെ നമ്മൾ മിക്സിയിൽ അരച്ച് വെച്ച മസാലക്കൂട്ട് ചേർത്ത് അത് നന്നായിട്ട് വെന്താൽ മാത്രം ഈ അരിഞ്ഞു വെച്ചിട്ടുള്ള മാങ്ങ ചേർത്ത് കൊടുക്കാം. മാങ്ങ നന്നായിട്ട് മസാലയുമായി ചേർന്ന് മിക്സ് ആയാൽ നമുക്ക് എന്ത് ചെയ്യാം, ഉപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ആക്കുക. ഇതാട്ടോ നമ്മുടെ അച്ചാർ റെഡിയായി. ഈ അച്ചാർ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് തോന്നിയില്ലേ കുറച്ചുകൂടി ഈസിയാണ് ഈ അച്ചാർ ഉണ്ടാക്കാനെന്ന്? നിങ്ങൾക്ക് ഈ ഒരു സിമ്പിൾ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക.